വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. ചക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം. BJP പ്രവർത്തകർ നിലമ്പൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJPക്കെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് പരാമർശത്തിൽ പരിഹാസവുമായി സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. കേരളത്തിലെ പോലീസിന് വീണ്ടും സമനില തെറ്റിയെന്ന് AP അനിൽകുമാർ MLA. KSU പ്രവർത്തകർ പ്രതികളല്ലാതിരുന്നിട്ടും പോലീസ് നിഷ്ഠൂരമായി പ്രവർത്തിച്ചുവെന്നും AP അനിൽകുമാർ MLA. LDF നിലമ്പൂർ മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുവാൻ കൺവെൻഷനിൽ തീരുമാനം. വിശദമായ വാർത്തകൾ നോക്കാം. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ നിലമ്പൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് നിലമ്പൂരിലും മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന DYSP ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസുമാർക്കാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രസ്തുത മാർച്ചിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് പ്രതിരോധിച്ചു. മാർച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. നാളെ കാണാം BJPയുടെ സംസ്ഥാന ഓഫീസിലേക്ക്. ഞങ്ങള് കാസർഗോഡ് രാജ്ഭവൻ ഉദ്യാനം തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കാര്യവുമായിട്ട് വന്നാൽ കേരളത്തിലെ കാളകൾ മതിയാവില്ല. തമിഴ്നാട്ടിന്റെ കാളകൾ ഇറക്കണം KPCC ഓഫീസിലേക്ക് കൊണ്ടിട്ടുണ്ടായി. ഞങ്ങള് ഒരു സാധനത്തെ വലിച്ചെറും. നമ്മൾ കുട്ടികളുടെയൊക്കെ അല്ലെ, കുട്ടികളുടെ എന്താ വലിച്ചെറിയ പൊതിഞ്ഞ് കെട്ടിയിട്ട്, അതുപോലെ ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി പുറത്തേക്ക് ഇറങ്ങിയ ഒരു സാധനമുണ്ട്. ഫ്ലഷ് ടാങ്കിലിട്ട് നമ്മള് ഫ്ലഷ് ചെയ്യണ സാധനം. അതിനെ കിട്ടിയപ്പോ കോൺഗ്രസ് വിചാരിച്ചു ഇതെന്തോ ഒരു പൊന്നാണെന്ന് വഴിയിൽ നിന്ന് കിട്ടിയപ്പോ ഇതെന്തോ ഒരു പൊന്നാണെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടന്നു.
വി.ഡി. സതീശൻ വിചാരിച്ചു ഈ പൊന്നു പറയുന്നതെല്ലാം ഇവന്റെ വായിന്ന് വരുന്നതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞു. അടുത്ത ദിവസം നാറിപ്പോയി. ഞങ്ങളുടെ മലയിൽ കനമില്ല, ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയാൻ കഴിയും, അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യം പറയാൻ പറയും, ഞങ്ങളുടെ കയ്യിൽ ശുദ്ധം. ഇതൊരു വലിയ നിയമസഭയിൽ ഇന്നലെയൊക്കെ എന്തായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല, വരാൻ പറ്റില്ല. ഇന്ന് അയാളുടെ മുമ്പിലല്ല, അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തില് നിയമസഭയ്ക്കകത്ത് കയറുന്നത്. എന്തുവരെയാവുള്ളത്? KPCC പ്രസിഡന്റ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പുറത്താക്കിയ ആളെയും കൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നിയമസഭയിൽ കൊണ്ടുവരുന്നു. ഇതെന്തു പാർട്ടിയാണ്? പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പുറത്താക്കിയവരെയും കൊണ്ട് നിയമസഭയ്ക്ക് എത്തിച്ചു വരുന്നത്. അങ്ങനെ വി.ഡി. സതീശൻ കേരളത്തിലെ കോൺഗ്രസുകാരെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വഞ്ചിക്കുക. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് VR രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. ില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി കേരളത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു സൂചനാ സമരം മാത്രമാണ്. ഇത്തരത്തിലുള്ള സമരങ്ങൾ ജനകീയ. ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ, പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് TK അശോക് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി സിനോജ് പണിക്കർ, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, KC വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ചിന് വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ വിൻസി, പ്രമേഷ്, അജിത്ത്, ഗിരീഷ് പൈക്കാടൻ, ജിജി ഗിരീഷ്, വിനേഷ്, രജീഷ്, പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടെത്തിയാൽ പ്രതിരോധം തീർക്കുമെന്ന് C. കൃഷ്ണകുമാർ. പാർട്ടി സസ്പെൻഡ് ചെയ്തയാളെ നിയമസഭയിലെത്തിക്കുവാൻ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരുമാണ് ഒപ്പമെത്തിയത്. വി.ഡി. സതീശന്റെ വാക്കിന് പാർട്ടിയിൽ വില ഇല്ല എന്നതാണ് ഇത് തെളിവാക്കുന്നതെന്നും C. കൃഷ്ണകുമാർ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഹുൽ ഇനി മണ്ഡലത്തിലേക്ക് വരികയാണെന്നാണ് പറയുന്നത്. എന്താണ് അവിടുത്തെ പ്രാദേശിക BJP? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കി. അപ്പോൾ അതിനർത്ഥം രാഹുൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് വ്യക്തമായി. സ്വാഭാവികമായിട്ട് കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കണം. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗം പോലും ആവാൻ യോഗ്യനല്ലാത്ത ഒരാൾ പാലക്കാടിൻ്റെ MLA ആയിട്ട് ഇരിക്കാൻ എങ്ങനെ യോഗ്യനാവുക? BJPയുടെ സംസ്ഥാന നേതൃത്വം വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്നുള്ള നിലയിൽ പാലക്കാട് ഒരു ഔദ്യോഗിക പരിപാടിയിലും പങ്കെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി അനുവദിക്കില്ല. ഞങ്ങളതിനെ ശക്തമായിട്ട് ചെറുക്കുക തന്നെ ചെയ്യും. ശക്തമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും. കോൺഗ്രസ് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാൽ പാലക്കാടിലെ ജനങ്ങളുടെ മുന്നിൽ അപഹാസ്യമാകുക കോൺഗ്രസ്സാണ്. കാരണം ഇത്രയേറെ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരാൾ ഇതുവരെ രാഹുൽ ആ ആരോപണങ്ങളെ നിഷേധിച്ചിട്ടില്ലല്ലോ. വന്ന വോയിസ് ക്ലിപ്പ്, അതുപോലെ തന്നെ വന്ന ചാറ്റുകൾ, ഇത് സംബന്ധിച്ചെല്ലാം ഇതുവരെ അത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഉറപ്പുണ്ട് താൻ കുറ്റം ചെയ്തിട്ടുണ്ട്, തൻ്റേതാണ് ഈ വോയിസ് ക്ലിപ്പ്, തൻ്റേതാണ് ഈ ചാറ്റുകൾ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട്. അത്തരത്തിലൊരാളെ പാലക്കാടിന് MLA ആയിട്ട് ആവശ്യമില്ല. പാലക്കാടിൻ്റെ മണ്ണിൽ MLA എന്നുള്ള നിലയിൽ കാലുകുത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ അനുവദിക്കില്ല. BJPക്കെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് പരാമർശത്തിൽ പരിഹാസവുമായി സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. സന്ദീപ് വാര്യരെയും പേരെടുത്ത് പറയാതെ കൃഷ്ണകുമാർ പരിഹസിച്ചു. നിലമ്പൂരിലെ DYSP ഓഫീസിലേക്കുള്ള മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെയാണ് സംസാരം. വലിയൊരു ബോംബ് പൊട്ടിക്കാൻ പോകുന്നു. നാളെ കാണാം BJPയുടെ സംസ്ഥാന ഓഫീസിലേക്ക്. ഞങ്ങള് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ കാര്യവുമായിട്ട് വന്നാൽ കേരളത്തിലെ കാളകൾ മതിയാവില്ല. തമിഴ്നാട്ടിന്റെ കാളകൾ ഇറക്കണം KPCC ഓഫീസിലേക്ക് കൊണ്ടിട്ടുണ്ടാൽ. ഞങ്ങള് ഒരു സാധനത്തെ വലിച്ചെറും. നമ്മൾ കുട്ടികളുടെയൊക്കെ അല്ലെ, കുട്ടികളുടെ എന്താ വലിച്ചെറിയ പൊതിഞ്ഞ് കെട്ടിയിട്ട്, അതുപോലെ ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടി പുറത്തേക്ക് ഇറങ്ങിയ ഒരു സാധനമുണ്ട്, ഫ്ലഷ് ടാങ്കിലിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സാധനം. അതിനെ കിട്ടിയപ്പോൾ കോൺഗ്രസ് വിചാരിച്ചു ഇതെന്തോ ഒരു പൊന്നാണെന്ന് വഴിയിൽ നിന്ന് കിട്ടിയപ്പോൾ ഇതെന്തോ ഒരു പൊന്നാണെന്ന് പറഞ്ഞ് അതിനെ കൊണ്ട് നടന്നു. വി.ഡി. സതീശൻ വിചാരിച്ചു ഈ പൊന്ന് പറയുന്നതെല്ലാം ഇവന്റെ വായിന്ന് വരുന്നതെല്ലാം വലിയ കാര്യമാണെന്ന് പറഞ്ഞ് അത് ഏറ്റു പറഞ്ഞു. അടുത്ത ദിവസം നാറിപ്പോയി.
ദിവസം മാറിപ്പോയി. ഞങ്ങളുടെ പള്ളിയിൽ ധനമില്ല, ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസുകാരുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയാൻ കഴിയും, അതുപോലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാര്യം പറയാൻ പറയും. ഞങ്ങളുടെ കയ്യിൽ ശുദ്ധമാണ്. കേരളത്തിലെ പോലീസിന് സമനില തെറ്റിയെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് വടക്കാഞ്ചേരിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും വെച്ച് കോടതിയിൽ കൊണ്ടുപോയ സംഭവമെന്ന് AP അനിൽകുമാർ MLA. KSU പ്രവർത്തകർ പ്രതികളല്ല, SFIയുടെ മർദ്ദനമേറ്റവരാണ്. എന്നിട്ടും പ്രതികളാക്കിയാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതിന് പുറമെയാണ് ഈ രീതിയിൽ കൊണ്ടുപോയത്. ഇത്തരം പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും AP അനിൽകുമാർ വണ്ടൂരിൽ പറഞ്ഞു. കേരളത്തിലെ പോലീസിന് സമനില തെറ്റിയിരിക്കുകയാണ്. ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ കോടതിയിൽ 3 KSU പ്രവർത്തകരെ ഹാജരാക്കിയത് അവരെ കയ്യാമം വെച്ച് അതുപോലെ മുഖംമൂടി അണിയിച്ചാണ്. അവരൊരു കൊലക്കേസിലും പ്രതിയല്ല, ഗുരുതരമായ ഒരു കേസിലും പ്രതികളല്ല, മറിച്ച് വിദ്യാർത്ഥി സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള SFI KSU സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള 3 പേരെയാണ്. അത് യഥാർത്ഥത്തിൽ അവർ പ്രതികളുമല്ല, അത് യഥാർത്ഥത്തിൽ SFIക്കാരാണ് KSUക്കാരെ അടിച്ചത്. പക്ഷെ പ്രതികളാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ കോടതിയിൽ ഹാജരാക്കിയത്. കേരളത്തിലെ പോലീസിന് എന്തും ആവാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് 2023 സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായ ക്രൂരമായ മർദ്ദനം കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു മാതൃകാപരമായ ശിക്ഷണ നടപടി ഈ ഗവൺമെന്റ് എടുത്തില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ തുടർച്ചയാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാം, ചോദിക്കാൻ ആരുമില്ല, ഇതൊരു നാഥനില്ലാ കളരിയാണ് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുകയാണ്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരക്ഷരം പറയാൻ മുന്നോട്ട് വരാൻ സാഹചര്യമാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും ഇന്ന് നടക്കുന്നത് ക്രൂരമായ മർദ്ദനങ്ങളും അതുപോലെ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് KSU പ്രവർത്തകർക്ക് നേരെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരം പ്രവൃത്തികളും നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ മാതൃകാപരമായ നടപടി ഉണ്ടാവണം എന്നാവശ്യപ്പെടുകയാണ്. കോൺഗ്രസ് ഗൗരവമായി തന്നെ ഇത്തരം കാര്യങ്ങൾ കാണും. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകും. LDF മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ നിലമ്പൂർ PV's ഓഡിറ്റോറിയത്തിൽ നടന്നു. നിയോജക മണ്ഡലം കൺവീനർ E പത്മാക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ PM ബഷീർ, പരന്തൻ നൌഷാദ്, സ്കറിയ കിനാംതോപ്പിൽ, ജോർജ് മാസ്റ്റർ, നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നിലമ്പൂർ ചന്തക്കുന്ന് CPM ലോക്കൽ സെക്രട്ടറിമാർ, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവരും നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിൽ പങ്കെടുത്തു. നഗരസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഒക്ടോബർ 5, 6, 7 തീയതികളിൽ ജനപക്ഷ വികസനം, ജനകീയ ഭരണം എന്ന മുദ്രാവാക്യം ഉയർത്തി നഗരസഭയിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടവേളയാണ്, ശേഷം വാർത്തകൾ തുടരും. വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. ഇരുചക്ര വാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് TVS നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെറും 4,999 രൂപ മാത്രം. ആദ്യ തവണയിൽ TVS ഇനി സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഓണത്തിന് TVS വാഹനം വാങ്ങിക്കുന്നവർക്ക് 6,000 രൂപയുടെ അക്സസറീസ് തികച്ചും സൗജന്യം. കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് TV, കിച്ചൺ വെയർ, ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം. ഫൈനാൻസ് ലഭിക്കാൻ സിബിൽ സ്കോർ ഇനി തടസ്സമേ അല്ല. പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇനി ചിന്തിച്ചു നിൽക്കേണ്ട. ഇന്ന് തന്നെ എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ട വാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര. മൊബൈൽ 9117111171.
നീ മഹാറാണി മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ്, നിലമ്പൂർ, എടക്കര, ബഹ്റൈൻ. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. വിവിധ ഇനം തെങ്ങിൻ തൈകൾ, 30 ഇനം പ്ലാവിൻ തൈകൾ, 60 ഇനം മാവിൻ തൈകൾ, 10 ഇനം റംബൂട്ടാൻ, 14 ഇനം പേരകൾ, 10 ഇനം ചാമ്പകൾ, എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ ചെടികൾ. മോഹിത് നഗർ, ഇന്റർമംഗള, കാസർഗോഡൻ കൊമങ്ങിൻ തൈകൾ, ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ, ആമ്പൽ, താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ. സിമന്റ്, മണ്ണ്, പ്ലാസ്റ്റിക്, സെറാമിക്, ഫൈബർ ചെടിച്ചട്ടികളുടെ മികച്ച ശേഖരം. ജൈവവളങ്ങൾ, ജൈവ കീടനാശിനി, ഹോർട്ടിക്കൾച്ചർ ഉപകരണങ്ങൾ, അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ. ആവശ്യക്കാർക്ക് വീട്ടിലെത്തിച്ച് നൽകുകയും ചെയ്യുന്നു. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. PSC അംഗീകൃത കോഴ്സുകളായ GNM, BSc MLT, DPharm, OT and AT, ANM, DMLT, ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൗൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്.
ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ഫോൺ 8907638290. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെയും ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2025 ജൂലൈയിൽ നടത്തിയ പൊതുപരീക്ഷയിൽ മലപ്പുറം ജില്ലയ്ക്ക് 91% വിജയം. ജില്ലയിൽ 5 പഠിതാക്കൾ A+ നേടി ഉന്നത വിജയം കൈവരിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ A+ നേടിയവർ മലപ്പുറം ജില്ലയിലാണ്. ഉയർന്ന ഗ്രേഡിലാണ് മറ്റ് പഠിതാക്കളുടെയും വിജയം. പരീക്ഷ എഴുതിയ 2764 പേരിൽ 2503 പേരും വിജയിച്ചു. ഇതിൽ 431 പുരുഷന്മാരും 2072 സ്ത്രീകളും 258 പട്ടികജാതിക്കാരും 12 പട്ടികവർഗക്കാരും 27 സവിശേഷ വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. 72 വയസ്സുകാരൻ NM കുഞ്ഞിമോനാണ് ജില്ലയിൽ മുതിർന്ന പഠിതാവ്. GHSS എടപ്പാൾ സെന്ററിലാണ് ഇദ്ദേഹം പരീക്ഷ എഴുതിയത്. ജില്ലയിൽ 50 പഠന കേന്ദ്രങ്ങളിലായിരുന്നു ഇവരുടെ പഠനം. ഞായറാഴ്ചകളിലും മറ്റ് പൊതു അവധി ദിനങ്ങളിലുമാണ് ക്ലാസ് നടന്നിരുന്നത്. 30 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടന്നത്. 5 പഠന കേന്ദ്രങ്ങൾ 100% വിജയം നേടി. പലവിധ ജീവിത സാഹചര്യങ്ങളാലും സാമൂഹിക കാരണങ്ങളാലും ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിയ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് തുല്യതാ പഠിതാക്കൾ. വിജയികളെ ജില്ലാ പഞ്ചായത്തും ജില്ലാ സാക്ഷരതാ മിഷനും ചേർന്ന് ആദരിക്കും. കേര പദ്ധതിയുടെ ഭാഗമായി റബ്ബർ കർഷകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പോരൂർ റബ്ബർ ഉൽപാദക സംഘത്തിന്റെ കീഴിൽ ചെറുകോട് വെച്ച് നടത്തിയ 1ാം ഘട്ട പരിശീലന പരിപാടി മഞ്ചേരി അഡീഷണൽ ഡെവലപ്മെന്റ് ഓഫീസർ C. ശോഭന ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഈ സ്കീം പ്രകാരം നമുക്കറിയാം കാര്യങ്ങളെല്ലാം എല്ലാവരോടും തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഹെക്ടറിന് 75,000 രൂപയാണ് കേര പ്രൊജക്ട് പ്രകാരം കർഷകർക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 25 സെന്റ് മുതൽ 5 ഏക്കർ വരെ ഉള്ള കർഷകർക്ക്, റീപ്ലാന്റ് ചെയ്യുന്ന കർഷകർക്ക് ഈ 2025-26 സ്റ്റാർട്ട് ചെയ്ത് 29 അവസാനിക്കുന്ന ആ ഒരു കാലയളവിൽ ഒരു കർഷകന് 5 ഏക്കർ റബ്ബർ കൃഷി വ്യാപനത്തിന് കേര പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് റബ്ബർ കൃഷി ഹെക്ടർ 1 75,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത്. 2 ഘട്ടങ്ങളായിട്ടാണ് തുക ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. റബ്ബർ ഉൽപാദക സംഘം പ്രസിഡന്റ് KT അബ്ബാസ് അലി അധ്യക്ഷത വഹിച്ചു. കേര ഫീൽഡ് ഓഫീസർ ഫഹമിദ പദ്ധതി വിശദീകരണം നടത്തി. കേര ഫീൽഡ് ഓഫീസർ മുഹമ്മദ് അർഷാദ്, റബ്ബർ ബോർഡ് ഫീൽഡ് ഓഫീസർ ഫാത്തിമ മുഹസിന, KMR നമ്പൂതിരി, സംഘം ഡയറക്ടർമാരായ M. ഹബീബുൽ ഹത്ത്, MT കരീം ഹാജി, P. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിശീലന പരിപാടിയിൽ 60ഓളം കർഷകർ പങ്കെടുത്തു. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ജില്ലാ NDRFിൻ്റെയും നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. NDRFിൻ്റെ കീഴിലുള്ള ആത്മമിത്ര അംഗങ്ങൾക്കാണ് പരിശീലനം നടത്തിയത്. ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വ്യാപകമായി നടത്തുന്ന DYSP ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസ് മാർച്ചാണ് ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പ്രസ്തുത മാർച്ചിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DYSP ഓഫീസിന് അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കുവാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് പ്രതിരോധിച്ചു. മാർച്ച് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ മണ്ണാർക്കാടിന്റെ അടുത്ത് പണ്ട് അവിടെ ഒരു കവർച്ച നടന്നു. രാത്രി കവർച്ചയിലെ വളരെ പോലീസ് നന്നായി അന്വേഷിച്ച് കവർച്ചയിലെ പ്രതികളെ കണ്ടെത്തി. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലെ പ്രതികളാണ്. തിരുട്ട് ഗ്രാമത്തിൽ പോയി പ്രതികളെ മുഴുവൻ പിടിച്ചു. ബാങ്കിൽ നിന്ന് കവർന്നെടുത്ത സ്വർണം പിടിച്ചു. എല്ലാം പിടിച്ച് തൊണ്ടി മുതലാക്കി പിടിച്ച് പ്രതികൾ അകത്തായി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയണത്
ഇതിലെ പ്രതികൾ പറയുന്നത് ഞങ്ങൾ കൊടുത്ത തൊണ്ടി മുതലിൽ പകുതി പോലും കോടതിയിലെത്തിയിട്ടില്ല. ഇപ്പൊ തിരുട്ട് ഗ്രാമത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? കാരണം ഇവിടെ അതിനെക്കാട്ടും വലിയ കള്ളന്മാരും കള്ളന്മാരും. ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ നിയമം സംരക്ഷിക്കേണ്ട പോലീസ് തമിഴ്നാട്ടിലെ തിരുട്ട് കള്ളന്മാരെക്കാട്ടും കൊള്ളക്കാരെക്കാട്ടും വലിയ തിരുടന്മാരായിട്ട് മാറിയിരിക്കുക, ഗുണ്ടകളായിട്ട് മാറിയിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് നീതി നിഷേധിക്കുന്ന സമീപനമാണ് കോൺഗ്രസും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ ഇന്ന് സംഭവം കുറച്ച് മാറിയിട്ടുണ്ട്. കാരണം പാർട്ടിയുടെ ഫ്രാക്ഷൻ ഉണ്ട് പോലീസ്. ഇവിടുത്തെ എസ് പിക്കൊന്നും യാതൊരു വിലയില്ല. നിങ്ങൾ എസ് പി ഒന്നും അല്ല മലപ്പുറം ജില്ല ഭരിക്കുന്നത് ധരിക്കണ്ട, അല്ലെങ്കിൽ DGP അല്ല ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ടല്ലോ, ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ചെയ്യാൻ കേരളത്തിലെ DGP അല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥരും നട്ടലില്ലാതെ പോയിരിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നട്ടലില്ലാതെ പോയിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ട ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പോലീസിന്റെ ഈ അതിക്രമങ്ങളെ, പോലീസിനെ ഇങ്ങനെ കയ്യൂരി വിടാൻ, കയറൂരി വിടാൻ അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്, അതിനു വേണ്ട പ്രചോദനം അവർക്ക് കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ആ കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിലപാട് സ്വീകരിക്കേണ്ടതാരാ? പ്രതിപക്ഷ നേതാവ് മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ പറയാറുണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ കോൺഗ്രസിന്റെ VD സതീശൻ പിണറായി വിജയന്റെ പേഴ്സണൽ സെക്രട്ടറിയാ. P ശശി കഴിഞ്ഞാൽ പിന്നെ VD സതീശനാ. ആ VD സതീശൻ കുറച്ച് നട്ടലോടുകൂടി പറയാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ സജിത്തിന് ഇങ്ങനെ ഒരു അനുഭവം വരുമോ? ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള VD സതീശൻ ആ കമ്മിറ്റിക്ക് മുമ്പാകെ ശബ്ദമുയർത്തി ആ കമ്മിറ്റിയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവം യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾക്ക് വരുമോ? ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് VR രശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് ജില്ലാ പ്രഭാരി സജി ശങ്കർ, പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് TK അശോക് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി സിനോജ് പണിക്കർ, സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ്, KC വേലായുധൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർച്ചിന് വിവിധ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ വിൻസി, പ്രമേഷ്, അജിത്ത്, ഗിരീഷ് പൈക്കാടൻ, ജിജി ഗിരീഷ്, വിനേഷ്, രജീഷ്, പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നോക്കാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധം. BJP പ്രവർത്തകർ നിലമ്പൂർ DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJPക്കെതിരെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ ബോംബ് പരാമർശത്തിൽ പരിഹാസവുമായി സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാർ. കേരളത്തിലെ പോലീസിന് വീണ്ടും സമനില തെറ്റിയെന്ന് AP അനിൽകുമാർ MLA. KSU പ്രവർത്തകർ പ്രതികളല്ലാതിരുന്നിട്ടും പോലീസ് നിഷ്ഠൂരമായി പ്രവർത്തിച്ചുവെന്നും AP അനിൽകുമാർ MLA. LDF നിലമ്പൂർ മുനിസിപ്പൽ പ്രവർത്തക കൺവെൻഷൻ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുവാൻ കൺവെൻഷനിൽ തീരുമാനം. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും നാളെ കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിംഗ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ശോഭിക വെഡ്ഡിംഗ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ്, നിലമ്പൂർ, കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക്, നിലമ്പൂർ, ബഹ്റൈൻ. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ്. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി.
വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931248535 9447338503. എടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് TVS ഷോറൂം സന്ദർശിക്കൂ. നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ. ബ്രദേഴ്സ് TVS, പാലുണ്ട, എടക്കര.